ഹലോ. പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് സാറ് അന്ന് തന്നെ ഇട്ടിരുന്നോ? അന്ന് തന്നെ ഇട്ടു അല്ലെ? അന്ന് തന്നെ ഇട്ടപ്പോ സാർ എന്താണ് കണ്ടത്? ഇപ്പോ അതിന്റെ സാറിന് ഒരു മഴയും വെള്ളം വരുമ്പം ഇത് വാട്ടർ ലെവൽ ഉയരും. അതെങ്ങനെയാന്ന് വെച്ചാൽ ടാങ്ക് നിറയുമ്പോഴാണ് വെള്ളം പൊങ്കി വരുന്നത്. ഇപ്പൊ സംഗതി അത്ര ഉയരുന്നില്ല. തന്നെയല്ല ഭയങ്കര മണം ഉണ്ടാകും പുറത്തേക്ക്. ഇപ്പൊ ആ മണവും വരുന്നില്ല. അല്ല, അപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങി അർത്ഥം. അവർക്ക് തുടങ്ങി. അപ്പൊ ഇനി 3 മാസം കഴിഞ്ഞിട്ടാ മതി അല്ലേ? ഇനി ഇപ്പൊ സാറിന്റെ ടാങ്കിന്റെ എത്ര പഴക്കമുണ്ടെന്ന് പറഞ്ഞ സാറ്? 20 വർഷം കഴിഞ്ഞു. 20 വർഷം അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറ് അടുത്ത ഒരു 4 മാസം അടുത്തോട് കൂടിയിട്ട് ഒരു 3 പാക്കറ്റ് മേടിച്ചിട്ടുള്ളൂ. ആയിക്കോട്ടെ കേട്ടോ. ഇപ്പഴല്ല ഏജൻസി കൊടുക്കുവോ? നമ്മുടെ ഫ്രണ്ട്സ് കുറെ പേർക്ക് ഇവിടെ ഞാൻ കൊടുക്കാം. കാരണം നമുക്ക് ഒത്തിരി കണക്ഷൻ. ഓക്കെ, നമ്മള് ഫ്രാഞ്ചൈസികള് കൊടുത്തു തുടങ്ങിയിട്ടില്ല. കാരണം ഫ്രാഞ്ചൈസിയിലേക്ക് വരുമ്പോൾ ഇതിന്റെ റേറ്റിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണം. കാരണം എന്താ വെച്ചാൽ അവർക്ക് മാർജിൻ ഒക്കെ വേണമല്ലോ എന്തായാലും. അപ്പൊ MRP കുറച്ചും കൂടി കൂട്ടിക്കൊള്ളണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പൊ അധികം ഫ്രാഞ്ചൈസി കൊടുക്കാതിരിക്കുന്നത്. കാരണം സാറിനെ പോലെയുള്ള ഒരാളുടെ റെസ്പോൺസ് ആണ് നമുക്ക് വേണ്ടത്. റെസ്പോൺസ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങൾ കൺസൈൻമെന്റ് ആയിട്ട് സാധനം എന്റെ എത്തിക്കാമെങ്കിൽ ഞാനിത് വിറ്റ് അപ്പോഴേ പൈസ നിങ്ങൾക്ക് ഗൂഗിൾ പേ അയച്ചുതരാം. ഓക്കെ, നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഫ്രാഞ്ചൈസി എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ആ പ്രൊഡക്റ്റ് അതിന് നമുക്ക് ടേംസുകളൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഫ്രാഞ്ചൈസി ആകുമ്പോഴത്തേക്ക് പൈസ അഡ്വാൻസ് അടയ്ക്കണം അല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അഡ്വാൻസ് അല്ല, അതിനുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലെന്ന്. സാർ ഇൻവെസ്റ്റ്മെന്റേ വരുന്നുള്ളൂ. എന്നാലും 100 പാക്കറ്റ് എടുക്കണമെങ്കിൽ വേണ്ട, അതൊക്കെ ഞാൻ പിന്നെ സംസാരിക്കാം. അല്ല, ഞാൻ പറഞ്ഞ ഞാനിത് പലരോടും പറഞ്ഞപ്പോഴേ എന്റേത് പ്രാക്ടിക്കൽ ആണെങ്കിൽ അവരെല്ലാം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സാറേ നമുക്ക് സംസാരിക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. കുഴപ്പമില്ല. തന്നെ അതിനാണെങ്കിൽ അത് ഈ സാറി പറഞ്ഞ ഒന്നും വരില്ല, വളരെ സിമ്പിൾ ആണ്. ഞാൻ പറയാം, അപ്പൊ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. ആയിക്കോട്ടെ. എന്തായാലും സാറിന് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഞാൻ വിളിച്ച് പറഞ്ഞല്ലോ. എന്റെ ഒരു പ്രത്യേകം ഞങ്ങളത് ക്ലീൻ ചെയ്യാനിരിക്കായിരുന്നു. അപ്പൊ അത് ഇല്ലാതെ തന്നെ നടന്നല്ലോ, കാര്യങ്ങൾ നടന്നല്ലോ. അതെ, നമുക്കിപ്പോ വേണ്ടത് അതാണ്, റിസൾട്ടാണ്. ആ റിസൾട്ട് പലരും പറയുന്നുണ്ട്, ഒരുപാട് പേരുടെ റിസൾട്ട് ഉണ്ട്. എങ്കിലും സാറിന്റെ റിസൾട്ട് കേൾക്കുമ്പോൾ അത്രയും സന്തോഷമുണ്ട്. റിസൾട്ട് പറഞ്ഞു. പിന്നെ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇതിന്റെ പ്രാക്ടിക്കൽ ആണെങ്കിൽ ഞങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ ഞങ്ങളുടെ ഗ്രാമപ്രദേശമാണ്, നമുക്ക് എടുത്തു വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ ഓടിക്കുള്ളൂ സാധനം. ഞാൻ പറഞ്ഞുതരാം. അത് വളരെ സിമ്പിൾ ആണ് സാറിന്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ സിമ്പിൾ ആണ്. അത് ഞാൻ പറയാം, അതിലേക്ക് പറയാം. നമ്മളെടുത്ത് അതിന് ഒരു പ്ലാൻ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ആക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം. ഇപ്പൊ ബാഡ് സ്മെല്ലും ഇല്ല അല്ലേ? ഒരു സ്മെല്ലില്ല. ഉണ്ടാവില്ല. കാരണം അതിലത്തെ മാലിന്യങ്ങൾ മുഴുവൻ ഇതായി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആ സ്മെല്ലില്ല. അതെ, ഞാനിത് 1-2 പേരോട് പറഞ്ഞപ്പോഴത്തേക്ക് ഇട്ട് നോക്ക്, അതിന്റെ റിസൾട്ട് എങ്ങനെ നടന്നിട്ട് ഞങ്ങൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. സാറിന് അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാം. ഞാൻ പറയാം അതൊക്കെ. ഏറ്റവും വലിയ സന്തോഷം സാറിന് റിസൾട്ട് കിട്ടിയെന്നുള്ളതാണ്. ഞാൻ കാര്യം ചെയ്തോ സാറേ, ഞാൻ സാറ് പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് എന്റെ ഒരു ഇതാണ്. കാരണം വെച്ചാൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാലോ എന്ന് വെച്ചിട്ട്. ഓരോരുത്തരെ വിളിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനത് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ഇടുന്നത് കൊണ്ട് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, സാറിന്റെ പെർമിഷൻ നമ്മൾ ചെയ്യുള്ളൂ, അല്ലാണ്ട് നമ്മൾ ചെയ്യില്ലായിരിക്കും. ഓക്കെ. താങ്ക് യു.